കാണുക അസാധ്യമാണ്. എന്തെന്നാൽ അവൻ അരൂപിയാണ്. അപ്പോൾ അരൂപിയായ കർത്താവിനെതിരെ കേസെടുക്കുക അസാധ്യമാണ്. എന്നാൽ ലോകത്തിൽ 12 ലക്ഷത്തോളം കന്യാസ്ത്രീമാരുണ്ട്. അവരൊന്നും കുടുംബമില്ലാത്തവരല്ല. അവരെല്ലാം കുടുംബത്തിൽ നിന്ന് ക്രിസ്തുവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി കടത്തിക്കൊണ്ടുവന്ന് അവരുടെ ജീവിതം മുഴുവനും അവസാനം വരെ ഈ ലോകത്തിന്റെ സുഖങ്ങൾ അപ്പാടെ വേണ്ടെന്ന് വെച്ച് യേശു ക്രിസ്തുവിനെ എന്ന സത്യത്തെ പ്രതി മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കരയുന്നവരുടെ കണ്ണുനീരൊപ്പാൻ വേദനിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ജീവിതം മുഴുവനും സ്വയം സമർപ്പിക്കപ്പെട്ട 12 ലക്ഷം കന്യാസ്ത്രീമാരെ. അപ്രകാരം ലോകത്തിൽ 5 ലക്ഷത്തോളം പുരോഹിതർ. അവരെ ഇതുപോലെ തന്നെ തങ്ങളുടെ ജീവിതം മുഴുവനും ലോകത്തിന്റെ എല്ലാ സുഖങ്ങളെയും മുഴുവനായി വേണ്ടെന്ന് വെച്ച് ജീവിതത്തിന്റെ അവസാനം വരെ യേശുവിന് വേണ്ടി അർപ്പിക്കപ്പെട്ട, ജീവിതം വ്യയം ചെയ്യപ്പെട്ട, കർത്താവായ യേശുവിനെ പ്രതി സമർപ്പിക്കപ്പെട്ട 5 ലക്ഷത്തോളം വരുന്ന പുരോഹിതർ. ഇവർക്കെല്ലാം പരമാധികാരിയായിട്ട് നേതൃത്വം നൽകുന്നത് ലയോ 14 മാർപ്പാപ്പയാണ്. ഇത്രയും മനുഷ്യരെ സഭയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി കുടുംബത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നതിന് നേതൃത്വം നൽകുന്നത് ലയോ 14 മാർപ്പാപ്പയാണ്. അദ്ദേഹം ശരീരത്തോടുകൂടെ റോമിൽ സന്നിഹിതനാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാം. ഇനി രണ്ടാമത്തെ കുറ്റം എന്താ? മതപരിവർത്തനം. മതപരിവർത്തനം നടത്തുക എന്ന് പറയുന്നാൽ മനുഷ്യനെ അധിക്ഷേപിക്കല. ഒരു മനുഷ്യന്റെ മനസ്സ് അവന്റെ സ്വതന്ത്രമാണ്, അവന് സ്വന്തമാണ് അവന്റെ മനസ്സ്. അവന്റെ മനസ്സിൽ കടന്ന് അവനെ മാറ്റം വരുത്താൻ ആർക്കും കഴിയില്ല. പക്ഷേ ഇവിടെ മനസ്സ് മാറാം, മനസ്സിനും പരിവർത്തനം വരാം. ഒരു കാര്യം സത്യമാണെന്ന് കൃത്യമായ ഒരു മനുഷ്യന്റെ മനസ്സിന് ബോധ്യമായാൽ അവൻ ആ സത്യത്തെ പിന്തുടരും, ആ സത്യത്തെ പ്രയാണം ചെയ്യും. അത് മനസ്സിന്റെ മാറ്റമാണ്. പ്രകാരം ഒരു കാര്യം ശരിയാണെന്നറിഞ്ഞാൽ ആ ശരിക്ക് വേണ്ടി ഉറച്ച നിലപാട് നമ്മൾ സ്വീകരിക്കും. അത് മനസ്സിന്റെ മാറ്റമാണ്. അപ്പോൾ ആദ്യമായിട്ട് മനസ്സിനെ മാറ്റിയത്, മനസ്സിന് പരിവർത്തനം വരുത്തിയത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. അത് സഭയുടെ ആരംഭത്തിൽ, അതായത് ക്രിസ്ത്യാനികളുടെ ഉത്ഭവകാലത്ത് സഭ സ്ഥാപിക്കപ്പെട്ടത് കർത്താവായ യേശു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് എന്തിനാണ്? മനുഷ്യർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടു. അങ്ങനെ ആ മനുഷ്യൻ